പ്രകാശ്, നമ്മൾ നടത്തിയ പ്രത്യാക്രമണം, നമ്മുടെ തിരിച്ചടി, അതിന്റെ ആദ്യ രൂപം മാത്രമേ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഭീകരവാദ കേന്ദ്രങ്ങൾ, ഭീകരവാദികളുടെ വീടുകൾ, മൗലാന മസൂദ് അസർ എന്ന നമ്മൾ ഏറെക്കാലമായി തിരയുന്ന ഭീകരനെ അടക്കം ലക്ഷ്യം വെച്ചിട്ട വലിയ ആക്രമണമാണ് നമ്മൾ നടത്തിയത് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ആക്രമണം ഏത് തരത്തിലായിരുന്നു, എത്രത്തോളം ശക്തമായിരുന്നു? നമസ്കാരം അഭിലാഷ്. 36 വർഷം ആം ഫോഴ്സസിൽ സെർവ് ചെയ്ത് എനിക്ക് ഇന്നത്തെ ഓപ്പറേഷൻ കണ്ട് വളരെ അഭിമാനമുണ്ട്. കാരണം ഒന്ന്, അതിൽ സിംബോളിസം തുളുമ്പി നിൽക്കുന്നു, പ്രതീകാത്മകത തുളുമ്പി നിൽക്കുന്നു. ഒന്ന്, ഓപ്പറേഷന്റെ പേര് സിന്ദൂർ എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് എല്ലാ ഇന്ത്യക്കാരും അറിയാം. ഇത്രയധികം വിധവകളെ സൃഷ്ടിച്ച ഒരു സംഭവത്തിന് ചേർന്നുണ്ടായ അതിന്റെ മറുപടിയായി ഉണ്ടായ ഓപ്പറേഷന് ശരിയായ പേരാണ്. പിന്നെ അത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടും തെരഞ്ഞെടുത്തത് 2 ലേഡി ഓഫീസേഴ്സിനാണ്, 2 വുമൻ ഓഫീസേഴ്സ്. അതും സിംബോളിസത്തിന്റെ അങ്ങേയറ്റമാണ്. അവർ ചെയ്തതിന് മറുപടിയായി 2 ലേഡീസ് തന്നെ അതിന് ഉത്തരം പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വളരെ ക്ലാസിക്കലായിട്ടുള്ള പ്യൂണിറ്റീവ് സ്ട്രൈക്കാണ്. അതായത് നമ്മൾ വളരെ കൃത്യമായിട്ട് 2 ആഴ്ച എടുത്തു. നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചു, ലോകത്തിനോട് പറഞ്ഞു, അവരോടും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ടെററിസ്റ്റ് ടാർഗറ്റ്സ് മാത്രം നമ്മൾ എയിം ചെയ്തു. അവരുടെ അതിർത്തി നമ്മൾ ലംഘിച്ചിട്ടില്ല, എയർ സ്പേസ് ലംഘിച്ചിട്ടില്ല, കടലിൽ നിന്നും ലംഘിച്ചിട്ടില്ല. നമ്മൾ അവരെ അറ്റാക്ക് ചെയ്തു. ആൻഡ് ഇപ്പൊ വരുന്ന റിപ്പോർട്ട്സ് അനുസരിച്ച് താങ്കൾ ഇപ്പൊ പറഞ്ഞ പോലെ വളരെയധികം നമ്മൾ ലോകം മുഴുവൻ നോക്കിയിരുന്ന ആൾക്കാരുടെയും മരണം സ്ഥിരീകരിച്ചു വരുന്നു. ഇനിയും വളരെയധികം വരാനുണ്ട്. പക്ഷേ ഇതൊരു ക്ലാസിക് ഓപ്പറേഷൻ നടത്താനുള്ള സമയം വരുന്നതേ ഉള്ളൂ.